ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, എന്നാലും നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഈ ഒരു ഇത് ഉണ്ടാക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകിന് പകരം നിങ്ങൾക്ക് ഉലുവ വേണമെങ്കിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ഉലുവൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ, ഇഞ്ചി, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ മാങ്ങ എടുക്കുന്ന സമയത്ത് ഒരുപാട് പുളിയുള്ള മാങ്ങ എടുക്കാതിരിക്കുക, ഒരു ലൈറ്റ് പുളിയൊക്കെ ഉള്ള മാങ്ങ എടുക്കാൻ നോക്കുക കേട്ടോ. ഒരുപാട് പുളി ഉണ്ടെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊരു മീഡിയം പുളിയൊക്കെ ഉള്ള ഒരു മാങ്ങയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇങ്ങോട്ട് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തത് ആയതുകൊണ്ടാണ് കേട്ടോ മുളക് പൊടി കുറച്ച് ചേർത്തത്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മസാല മാത്രം മതി കേട്ടോ. എന്നിട്ട് നല്ലോണം കൊണ്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറിയോടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കാണ് കേട്ടോ ചെയ്തത്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ കുഴച്ചിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു മാങ്ങൻ്റെ പുളിയും എരിവും എല്ലാം കൂടി ആവുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഒരു തവണ എങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കണോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.